ക്വാളിറ്റി ഉള്ള ആൻസർ അവൈലബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആസ് എ ക്രൂഷ്യർ ഐ എക്സ്പെക്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും പാടില്ല, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പാടില്ല. യാൺ വാങ്ങിച്ചതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലൊരു നോട്ട് കിട്ടാണ്, 20 രൂപ ക്യാഷ് ബാക്ക്. നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് നൽകുക. വെറുതെ വേണ്ട, നിങ്ങൾക്ക് ഒരു ക്യാഷ് ബാക്ക് ₹20 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. പക്ഷെ അതിന് മുമ്പ് യു ഹാവ് ടു ഷെയർ ദ സ്ക്രീൻഷോട്ട് അലോങ് വിത്ത് യുവർ UPI ID അവർ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക്. എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? 20 രൂപ കിട്ടിയതായി എന്നാണോ? 20 രൂപ അത്ര ഉള്ളോ എന്നാണോ? ഇത് ശരിയല്ല എന്നാണോ? ഇവർ എഴുതിയിരിക്കുന്നത് ഇഫ് യു ലൈക്ക് ദി പ്രോഡക്റ്റ് എന്നാണ്. എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ റിവ്യൂവോ ഫീഡ്ബാക്കോ ഷെയർ ചെയ്യേണ്ടെന്നാണോ? ഓക്കെ, ഇപ്പം എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലേ? ഇപ്പം ഞാനേ ഒരു യാണ് ഉപയോഗിച്ചതിന് ശേഷം എനിക്കൊരു 3 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി, പക്ഷെ വേറെ പല ഫാക്ടേഴ്സും കാരണം എനിക്ക് 3 സ്റ്റാർ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ 4 സ്റ്റാർ കൊടുക്കാൻ പറ്റുള്ളൂ, 5 സ്റ്റാറിന് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റിംഗ് ഷെയർ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് കടന്നു പോയിട്ടുള്ള റിവ്യൂസും റേറ്റിംഗ്സും എത്രത്തോളം ജെന്യുവൻ ആണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് അവിടെ ക്രിയേറ്റ് ആയി ഈ ഒരു നോട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ. ഇതിലെന്താണ് പ്രശ്നം? ഒരു പോസിറ്റീവ് റിവ്യൂ ആണ്. ഇൻ റിട്ടേൺ യു വിൽ ഗെറ്റ് ക്യാഷ് ബാക്ക്. ജനറലി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്, മിക്ക ബ്രാൻഡ്സും ഒരു താങ്ക് യു നോട്ടായിരിക്കും. അലോങ് വിത്ത് ദാറ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു അനുഭവം പങ്കുവെക്കൂ എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതൊരു മോണിറ്ററി ബെനിഫിറ്റ് നൽകിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു പെർട്ടിക്കുലർ ഇൻ റിട്ടേൺ കസ്റ്റമർ പ്രതീക്ഷിക്കാതെ കസ്റ്റമർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 20 രൂപ എന്നുള്ളത് എമൗണ്ടിൻ്റെ കാര്യമൊന്നുമല്ല. എമൗണ്ട് എത്ര ചെറുതായാലും വലുതായാലും അവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു എമൗണ്ട് കസ്റ്റമറിന്. അത് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബയേഴ്സിനും സെല്ലേഴ്സിനും ആമസോൺ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ആമസോണിൻ്റെ കസ്റ്റമർ റിവ്യൂ പോളിസി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെല്ലേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ആമസോൺ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ അത് ആമസോണിനെ അറിയിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ഫിസിക്കൽ നോട്ടാണ്. നമുക്ക് പാക്കേജ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ കസ്റ്റമറിനാണ് ഈ ഒരു നോട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ആമസോണിന് അറിയില്ല ഇങ്ങനെ നോട്ട് സെല്ലർ ബയറിന് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതുപോലൊരു സംഭവം ഈ സെല്ലർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. കസ്റ്റമറിൻ്റെ റിവ്യൂസ് എങ്ങനെയായിരിക്കണം? ജെന്യുവൻ റിവ്യൂസ് ആയിരിക്കണം. നമ്മളൊരു യാൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, യാണെന്നല്ല എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കാനായാലും റിവ്യൂസ് നോക്കാറുണ്ട്, റേറ്റിംഗ്സ് നോക്കാറുണ്ട്. എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഈ റിവ്യൂസ് എല്ലാം കസ്റ്റമർ സെല്ലറിൻ്റെ യാതൊരുവിധ ഇൻഫ്ലുവൻസ് ഇല്ലാതെ പ്രോഡക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ്, റേറ്റിംഗ് ആണ് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് വിൽക്കുന്ന ബാക്കി സെല്ലേഴ്സിൻ്റെ കാര്യവും അവരോട് ചെയ്യുന്നത് നമ്മൾ ശരിയാണോ? ഇവർ ഈ ഒരു രീതിയിലാണ് ഇവർ റേറ്റിംഗ്സും റിവ്യൂസും നേടിയെടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള സെല്ലേഴ്സ് സത്യസന്ധമായിട്ട് അവരെ പ്രോഡക്ട്സ് വിറ്റ് അതിനെക്കുറിച്ച് ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന സെല്ലേഴ്സിനെ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇതുപോലൊരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മാർക്കറ്റിംഗ് ടീം ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്തില്ല? ചെക്ക് ചെയ്തിട്ടും അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ആമസോൺ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് എൻഷുർ ചെയ്തു ഇത് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു സംഭവമല്ല. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ ആമസോണിനെ ഞാനൊന്ന് അറിയിച്ചു ത്രൂ കസ്റ്റമർ കെയർ, ടോൾ ഫ്രീ നമ്പറാണ്. അവിടെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരത് നോട്ട് ചെയ്ത് വെച്ചു. അവരത് കോൺടാക്ട് ചെയ്യാം, അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയിക്കാം എന്നാണ് ഒരു കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുന്നില്ല എന്നുള്ളതും അവർ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആമസോൺ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ളത് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴും നമുക്ക് മനസ്സിലായി. അവരുടെ വെബ്സൈറ്റിലും 0 ടോളറൻസ് തന്നെയാണ് ആമസോണിനുള്ളത്. ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും ആമസോൺ എന്തായാലും പ്രൊമോട്ട് ചെയ്യാനും പോകുന്നില്ല. ഞാൻ ഈ സെല്ലറിനെ കോൺടാക്ട് ചെയ്തു. ഞാനവരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു ഇത് നിങ്ങൾ അയച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു അതെ, നിങ്ങൾ അതുപോലെ ചെയ്യും, നിങ്ങൾക്ക് റിവാർഡ് ക്യാഷ് ബാക്ക് നൽകാമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഇത് ആമസോൺ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇത് ചെയ്യാനായിട്ട്, അവരുടെ മാർക്കറ്റിംഗ് ടീം സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇവർക്ക് എന്താണ് അവർ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. ഇവരിത് മൂവിങ് ഫോർവേഡ് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ അഷുറൻസ് ഒക്കെ തന്നിട്ടാണ് അവർ പറഞ്ഞെങ്കിലും നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല ഇവരിത് ചെയ്യൂല്ലോ എന്നുള്ളതല്ലേ. ആമസോൺ എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. യാണായാലും ശരി, വേറെ ഏത് പ്രോഡക്റ്റ് ആയാലും ഇതുപോലൊരു കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആമസോണിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്ത് അറിയിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവർക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മെയിലിൽ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ അറ്റാച്ച് ചെയ്ത് അയക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അയക്കും, എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്, എനിക്കിതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളത് നിങ്ങൾ ആ ഒരു ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അയക്കുന്നു. ആമസോൺ റെസ്പോണ്ട് ചെയ്യും. ഓഫ് കോഴ്സ് ദേ വിൽ റെസ്പോണ്ട്. അവരുടെ കസ്റ്റമർ സർവീസ് ഇസ് വെരി എന്താ പറയുക, വെരി ക്വിക്ക് എന്ന് തന്നെ പറയാം. പ്രോഡക്റ്റ് പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നോക്കിയ ടൈമിൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടായിരുന്നില്ല. ആമസോൺ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. ഇഫ് ഇറ്റ് ഈസ് വയലേറ്റിംഗ് എനി ഓഫ് ദിയർ ഗൈഡ് ലൈൻസ് ലെറ്റ് ദം ടേക്ക് ദി ആക്ഷൻ. അപ്പോൾ എന്തുണ്ടായെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സംഭവം ഇവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ അത് നോക്കും, അവർ ചെക്ക് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ പേജ് എടുത്ത് നോക്കി റിവ്യൂസും റേറ്റിംഗ്സ് എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് റേറ്റിംഗ് ചെയ്യണമല്ലോ, എനിക്ക് റിവ്യൂ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കസ്റ്റമർ റിവ്യൂസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആമസോൺ അവിടെ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ സെല്ലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഡിലീറ്റ് ചെയ്തു. ഞാൻ കാണുന്നതിന് മുമ്പ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായിരുന്നു എന്നറിയില്ല. മിക്കവാറും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടാകും. അതിൽ ജെന്യൂൻ റിവ്യൂസും ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം റിമൂവ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ആമസോൺ എങ്ങനെ എൻഷുർ ചെയ്യും ഇതിൽ എത്രത്തോളം ജെന്യൂൻ ആണ് അല്ല എന്നുള്ളത്? ഈ ഒരു ആക്ഷൻ ആയിരിക്കാം ഇതിനെതിരെ എടുത്തിട്ടുള്ളതെന്നാണ് വാട്ട് ഐ തിങ്ക്. ഓക്കെ, കാരണം റിവ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളത് ചെയ്യുക.